ഏത് അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ അബദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയുന്നേ അബദ്ധാട്ടോ ചെയ്യാൻ പോണത്. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉള്ളെന്ന് വിളിച്ചു പറയും ചെയ്തത് അബദ്ധമാണ്, അല്ലേ, തെറ്റാണെന്ന് പറയില്ലേ? നമ്മുടെ ഉള്ളിലുണ്ടത്. ഒരേ സമയം നമ്മുടെ ഉള്ളിൽ പ്രതികരിക്കലുമുണ്ട്, അതേസമയം അറിവുമുണ്ട് എന്ന് പറയാണ്. അപ്പോ അങ്ങനെ പ്രതികരിക്കുന്ന മനസ്സും അറിവിന്റെ മനസ്സും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അറിവിന്റെ മനസ്സിലൂടെ മാത്രമേ ശാന്തി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശാന്തിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ആ അറിവ് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൂക്ഷ്മമായി പഠിക്കണം. പിന്നെ ഞാൻ പഠിച്ചു പതങ്കഃ, പതങ്കത്തിൽ നിന്ന്. എന്താ പതങ്കത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? അത് ഇയാൻ പാറ്റ, മഴ പെയ്താൽ പൊടിയുന്ന പാറ്റയാണ്. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീയിടും. ആ തീ കാണുമ്പോൾ അത് എന്ന് വീഴും. ഇയാൻ പാറ്റയിൽ നിന്ന് ഇവിടെ എന്ത് പാടാ ഇദ്ദേഹം പഠിച്ചത്? തീ കാണുന്ന സമയത്ത് പാവം പാറ്റയ്ക്ക് അത് കഴിക്കാനുള്ളൊരു വസ്തുവായി തോന്നി അതിൽ ചെന്ന് ചാടുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകം നമുക്ക് സുഖം തരും, സുരക്ഷിതത്വം തരുന്നു. അങ്ങനെ കണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. സ്വയം നമ്മളോട് ചോദിക്കുക, അവനവനോട് ചോദിക്കുക, നമ്മൾ കണ്ടതൊക്കെ നമുക്ക് സുഖം തന്നിട്ടുണ്ടോ? കാണുന്നതൊക്കെ നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ടോ എന്ന്. ഇയാൻ പാറ്റയെപ്പോലെ ജീവിച്ചു കഴിഞ്ഞാൽ വെന്ത് ഉരുകി ജീവിക്കേണ്ടി വരും. തീയിൽ വീഴുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അഗ്നിയിൽ വീണ് കത്തി നശിക്കേണ്ടി വരും, കണ്ണിനെ മാത്രം വിശ്വസിച്ച് ജീവിച്ചാൽ. എന്നാൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണട്ടെ പലതും, കണ്ണ് കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊക്കെ എനിക്ക് സുഖവും സുരക്ഷിതത്വം തരുമോ എന്നത് സ്വയം ചോദിച്ച് യഥാർത്ഥ സുഖവും സുരക്ഷിതത്വം എവിടെ കിട്ടുമെന്ന് കണ്ടെത്തി അതിലേക്ക് മനസ്സിനെ നയിക്കാൻ സാധിക്കണം. അതെവിടെ കിട്ടും? എന്റെ കണ്ണിന് പോലും കണ്ണായിട്ടിരിക്കണമെങ്കിൽ കണ്ണിനും കണ്ണായ, അതിലും കണ്ണായ ഒരു ഈശ്വര ചൈതന്യം ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യം നല്ലവണ്ണം ഉറപ്പിക്കണം. ഇതാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞത്, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. അതാണ് സത്യമെന്ന് ഉറപ്പിക്കണം. ആ സത്യത്തിലാണ് എല്ലാം നിൽക്കുന്നതെന്ന് ബോധിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്മരിക്കാനും പ്രേമിക്കാനും സാധിച്ചാൽ നാം പരമാർത്ഥത്തിന്റെ ജീവിതത്തിലേക്ക് ഉയരുകയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പഠിച്ചത് മധുകൃത്ത്. മധുകൃത്ത് പറഞ്ഞാൽ തേനീച്ചയിൽ നിന്നാണ്. തേനീച്ചയിൽ നിന്ന് 2 പാഠങ്ങൾ പഠിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, തേനീച്ച ഏത് പുഷ്പത്തിൽ ചെന്നിരുന്നാലും പുഷ്പത്തിന്റെ സുഗന്ധത്തിലും സൗരഭ്യത്തിലും കുടുങ്ങിപ്പോവാറില്ല. അതിന് വേണ്ടത് തേൻ മാത്രമാണ്. തനിക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ച് അവിടെ നിന്നും പറന്നുയരും. ഒരിക്കലൊരു തേനീച്ചയ്ക്ക് തോന്നി, ഒരു പൂവിൽ ചെന്നിരുന്നപ്പോ, ഓ എത്ര സുന്ദരമാണ് ഈ പൂ, എത്ര സുഗന്ധമാണ് ഇതിന്റെ ഉള്ളില്, ഓ ഇന്ന് തേനെടുക്കണ്ട, ഇവിടെ നിൽക്കാം, ഇത് കുറെ ആസ്വദിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഉള്ളിൽ ഇരുന്നു എന്നാണ്. അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ താമരപ്പൂവായിരുന്നു. സൂര്യനിങ്ങനെ അസ്തമിക്കാറായി പടിഞ്ഞാറോട്ടുള്ള യാത്ര ഇങ്ങനെ നടത്തി. ആ പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്ന സമയത്ത് താമരപ്പൂ ഇങ്ങനെ കൂടി അടഞ്ഞു. അടഞ്ഞതും അപ്പോഴാണ് തേനീച്ച തിരിച്ചറിയുന്നത് താൻ വലിയ അപകടത്തിലാണെന്ന്. പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ഉള്ളിൽ കുരുങ്ങി ചത്തുപോയി എന്നാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സാരം സ്വീകരിക്കാതെ ഈ ലോകത്തിന്റെ സുഗന്ധത്തിലും സൗന്ദര്യത്തിലും സുഗന്ധത്തിലൊക്കെ കുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ശ്വാസം മുട്ടുക എന്ന് പറഞ്ഞാൽ അസ്തമ വന്ന് മരിക്കുന്നല്ല. ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ വിവേകമില്ലാതെ നശിച്ചു പോകുന്ന പറയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഈ ലോകം നമ്മളെ സുഗന്ധം കാണിച്ചു തരും, സൗരഭ്യം കാണിച്ചു തരും എല്ലാം. പക്ഷെ അതിൽ ചെന്നിരിക്കുന്ന സമയത്ത്, ലോകമാകുന്ന ഈ പുഷ്പത്തിൽ ചെന്നിരിക്കുമ്പോൾ വേണ്ടതിനെ സ്വീകരിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ഒറ്റയ്ക്കാണ് വന്നത്, പോകുന്നതും ഒറ്റയ്ക്കാണ്. കയ്യിലൊരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല വരുമ്പോൾ, പോകുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. ഒരു സംഗതിയില്ലാതെ പോകുന്നു. ഇടയ്ക്ക് വെച്ച് പലതും ഞാൻ ഉണ്ടാക്കിയെടുത്തു, ബന്ധങ്ങളായിട്ടും വസ്തുക്കളായിട്ടും. ഇതൊന്നും കൂടെ കൊണ്ടുപോകില്ല. ഇതാണ് പരമാർത്ഥമെങ്കിൽ എല്ലാ ബന്ധങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും ഇടയിൽ ജീവിക്കുമ്പോഴും അതിനോടൊക്കെ തൊട്ടില്ല എന്ന മനോഭാവത്തിൽ ജീവിക്കാൻ സാധിക്കണം. എന്ന് വെച്ചാൽ രാമകൃഷ്ണദേവൻ പറയും വളരെ ലളിതമായിട്ട്, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ,
ചക്ക മുറിക്കുന്ന കത്തിയെപ്പോലെ ജീവിക്കണം എന്നാണ്. എന്താ ചക്ക മുറിക്കുന്ന കത്തി എന്ന് പറഞ്ഞാൽ? ചക്ക മുറിക്കാൻ കത്തി വേണം. ആ കത്തിയിൽ വെളിച്ചെണ്ണ പുരട്ടിക്കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ ചക്കയ്ക്കും ബുദ്ധിമുട്ടില്ല, കത്തിക്കും ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ചക്കയ്ക്കും ബുദ്ധിമുട്ടാണ്, കത്തിക്കും ബുദ്ധിമുട്ടാണ്. ചക്ക പറയും ഒന്ന് നീ മുറിച്ചതാന്ന്, മുറിയില്ലത്, അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. കത്തി പറയും നീ ഒന്ന് വിട്ടതാന്ന്, ആ പശ വിടൂല്ല. എന്നാൽ വെളിച്ചെണ്ണ നല്ലവണ്ണം പുരട്ടിയിട്ടാണെങ്കിൽ കത്തിക്കും പ്രശ്നമില്ല, ചക്കയ്ക്കും പ്രശ്നമില്ല. ഇതുപോലെ ചക്ക കഴിക്കുമ്പോഴും വേണം. ചുണ്ടലിൽ ലേശം വെളിച്ചെണ്ണ പുരട്ടിയില്ലെങ്കിൽ അകത്തേക്ക് കയറില്ല, അവനവിടെ ഒട്ടി നിൽക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിവേകമാകുന്ന ആ എണ്ണ പുരട്ടിയിട്ട് വേണം ബന്ധങ്ങളിലൂടെയൊക്കെ ജീവിക്കാൻ. ആർക്കും ആരും ബന്ധനമായി തീരാതെ നന്നായിട്ട് നമുക്ക് ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കണം. വരും ആളുകൾ, മരിക്കും ആളുകൾ. പക്ഷെ ഞാനിങ്ങോട്ട് ജനിച്ചു വന്നത് ആരുടെയും വരവിൽ അമിതമായി ആഹ്ലാദിക്കാനോ ആരുടെയും യാത്ര പോകലിൽ ദുഃഖിക്കാനോ അല്ല. ഞാൻ വന്നിരിക്കുന്നത് എന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി മാത്രം. ഈ ബോധത്തിൽ ജീവിക്കണം എന്ന് ഇവിടെ തേനീച്ചയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ രണ്ടാമത് തേനീച്ചയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം, ജീവജാലങ്ങളിൽ വെച്ച് ഐക്യത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവി തേനീച്ചയാണ്. തേനീച്ചയുടെ ഹബ്ബ്, ആ തേനീച്ച കൂട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് തേനീച്ചകളാണ് ഒരു കൂട്ടിൽ താമസിക്കുന്നത്. കാണാലോ അത്. ഏതൊരു ശക്തിയാണ് ആ തേനീച്ചകളെ മുഴുവൻ അവിടെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്? ആരാണ് ആ തേനീച്ചകളെ ഇത്ര ഐക്യത്തോടുകൂടി പിടിച്ചു നിർത്തുന്നത്? തേനാണോ? പിന്നെ ആരാണ്? നമുക്കറിയാം, അതിൻ്റെ അകത്തുള്ള റാണിയെയാണ്. ആ റാണിയോടുള്ള ആദരവും ബഹുമാനവും മാത്രമാണ് അത്രയും തേനീച്ചകളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്. ഈ തേനീച്ചകളെ പിടിക്കുന്നവര് ആദ്യം എന്താ ചെയ്യാന്നറിയോ? അവരെയൊക്കെ വേർതിരിച്ച് ആ റാണിയെ പിടിച്ചു മാറ്റും. അപ്പോഴേ അവരെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല, അവരെ ഡിസോർഡർ ആക്കാൻ പറ്റുള്ളൂ പ്രിയാണ്, വേർതിരിക്കാൻ പറ്റുള്ളൂ പ്രിയാണ്. ഇതുപോലെ നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തി നമുക്കെല്ലാവർക്കും ഐക്യത്തോടുകൂടി നിൽക്കാൻ ഒരേ ഒരു സത്യത്തിന്റെ മുന്നിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇതാണ് കമ്മ്യൂണിസം പരാജയപ്പെടാൻ കാരണം. ആ ഈക്വാലിറ്റി എന്നുള്ളത് പരാജയപ്പെടാൻ കാരണമുള്ളത്, അവർ കരുതി സമ്പത്ത് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് ഈക്വാലിറ്റി വരുന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കാരണം ജന്മന ആരോഗ്യം കൊണ്ടും ബുദ്ധിപരമായ വികാസം കൊണ്ടും മാനസിക വികാസം കൊണ്ടും ഓരോരുത്തരും വ്യത്യസ്ത തട്ടിലാണ്. ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കള് ഒരേ ബുദ്ധി സാമർഥ്യമുള്ളവരായിക്കൊള്ളുന്നില്ല, ഒരേ മാനസിക നിലവാരമുള്ളവരായിക്കൊള്ളുന്നില്ല. ചില മക്കൾക്ക് സ്നേഹം കൂടും, ചിലർക്ക് സ്വാർത്ഥത ജന്മനാ കൂടും, ചിലർക്ക് അങ്ങോട്ട് സഹായിക്കാനുള്ള ബുദ്ധി കൂടും, ചിലർ വളരെ റിസർവ്ഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നു. ഇത് പ്രകൃതിയുടെ നിയമമാണിത്, ഓരോരുത്തരുടെ സ്വഭാവവിശേഷമാണിത്, അല്ലേ? ഇത് കമ്മ്യൂണിസത്തിന് മാറ്റാൻ പറ്റൂ? അപ്പൊ എങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളായാലും ശരി, ഭഗവത് സത്യത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ അവിടെ ഐക്യവും സമാധാനവും ഉണ്ട് എന്ന് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തി. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരെന്ത് ചെയ്തു? ഭഗവാനെ മുന്നിൽ വെച്ചു. ഏത് കാര്യത്തിലും ഭഗവാൻ. ഇപ്പൊ നോക്കൂ, സന്ധ്യാസമയത്ത് നാമം ചൊല്ലുമ്പോ അത് വെറും ഒരു നാമം ചൊല്ലൽ സംസ്കാരമായിരുന്നില്ല, ഈശ്വരന്റെ മുന്നിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സംസ്കാരമായിരുന്നു പ്രിയാണ്. ഒരുപക്ഷെ ആ മക്കൾ വളർന്നു വലുതായാൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കാം, ഒരാൾ ഒരു ജോലിയുമില്ലാതെ കൃഷി നോക്കുന്ന ആളായിരിക്കാം, ഒരാൾ ഡോക്ടറായിന്ന് വരാം, ഒരാൾ എഞ്ചിനീയറായിന്ന് വരാം. എന്തൊക്കെയായാലും ഒരു ദിവസം വീട്ടിലൊരു പൂജയുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് സഹകരിച്ച് അവിടെ ദൈവത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന ഭാവം കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ഭഗവാന്റെ മുന്നിൽ മാത്രമേ ഒന്നാണെന്ന ഭാവം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഭഗവത് ചൈതന്യം എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു. ഇത് മനസ്സിലാക്കി നമ്മുടെ പൂർവികന്മാര് ഈ സംസ്കൃതി ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനും നിങ്ങളും സന്ധ്യയ്ക്ക് ട്യൂഷനല്ലേ വലുതെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വളർന്നു വരുന്തോറും ഐക്യമുണ്ടാവുന്നതിന് പകരം അവരൊക്കെ അകറ്റിക്കളഞ്ഞു പ്രിയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. എത്രത്തോളം നമ്മുടെ വീട്ടിലൊക്കെ ഈ സന്ധ്യയ്ക്ക് നാമം ചൊല്ലല് ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നു, അതായിരിക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ സമ്പത്ത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ് പറയാണ്. പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ തലയിലെഴുത്താണ്. അതിപ്പോ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഈ ഒരാൾ നേരെയാവുന്നത്. നോക്കൂ, ഈ ലോകം അത്ഭുതമാണ്. ഇവിടെ MSCയും MEdും PhDയും MPhilലും ഒക്കെ എടുത്തിട്ട് കേവലം 10-12,000 രൂപയ്ക്ക് ഇവിടെ കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. വെറും BCom ഡിഗ്രി എടുത്ത് ഇവിടെ
പ്രൈവറ്റ് ബാങ്കിൽ, സിറ്റി ബാങ്കിലും ICICI ബാങ്കിലും ഒക്കെ 40,000 50,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറും BCom BSc എടുത്തിട്ട് കോൾ സെന്ററിൽ ഇരുന്നിട്ട് 25,000 30,000 രൂപ ഉണ്ടാക്കുന്ന കുട്ടികളെ കാണിച്ചു തരാം. എന്നാൽ ഇവിടെ ബാങ്കിൽ സീനിയർ മാനേജറായിട്ട് 10 30 വർഷം സർവീസ് ചെയ്തിട്ട് 30,000 ഉണ്ടാക്കാത്ത മാനേജർമാരെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ ഓരോരുത്തരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് വേണം, എങ്ങനെ കിട്ടണം എന്നുള്ളത്. ശരിയല്ല ഇത്? ഒരാളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാവണം നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാവട്ടെ, പക്ഷേ ഈശ്വരീയമായ ഒരു സ്മരണയിൽ ജീവിക്കാൻ സാധിച്ചാൽ സ്നേഹവും ഐക്യവും അവിടെ ഉണ്ടാകുമെന്ന് തേനീച്ചയിലൂടെ പഠിപ്പിക്കുകയാണ് ഈ ഗുരു നമ്മെ. അപ്പൊ വീട്ടില് ഈശ്വരീയമായിട്ടുള്ളൊരു സംസ്കൃതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ജീവിച്ചാൽ അത് വലിയൊരു മാറ്റം വരുത്തുന്നവരെയാണ്. ഇത് ഞാൻ പഠിച്ചു. പിന്നീട് ഞാൻ പഠിച്ചത് ഗജത്തിൽ നിന്നാണ്, ആനയിൽ നിന്നാണ്. എന്താ ആനയിൽ നിന്ന് പഠിച്ചത്? ആനയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം, വലിയ ശരീരമുണ്ട്, എല്ലാം കേമാണ്, പക്ഷേ ബുദ്ധി മാത്രം വേണ്ടത്ര ഇല്ല. തനിക്ക് എത്ര ശക്തിയുണ്ടെന്ന ബോധം അതിനില്ല. വലിയ മരങ്ങളെ കടപുഴുകി എറിയാനുള്ള കഴിവുണ്ട്, പക്ഷെ മെലിഞ്ഞു നടക്കുന്ന ആ പാപ്പാനെ തൊടാൻ അയാൾക്ക് ധൈര്യമില്ല. നമുക്ക് വലിയ മരമൊക്കെ പിഴുതെറിഞ്ഞു എടുത്തു കളയാവൻ. പക്ഷെ കൂടെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അതിനെ കൊണ്ടു നടക്കാം. നിങ്ങൾ മൂകാംബി അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ആനയുണ്ട്. അതിനെ കൊണ്ടു നടക്കുന്ന 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പൊക്കട കാലെന്ന് പറഞ്ഞാൽ അവൻ പൊക്കും. ഇവനെ ഒരു ഊതൂതിയാവും ഊതിന്റെ വീഴും, അത്രയേ ഉള്ളൂ അവൻ. എന്നാലും കാല് പൊക്കെന്ന് പറഞ്ഞാൽ അവൻ കാല് പൊക്കും, തലതിരിക്കുന്നു പറഞ്ഞാൽ അവൻ തലതിരിക്കും, തലയാട്ടെന്ന് പറഞ്ഞാൽ തലതാട്ടും, നമ്മളേക്ക് അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ തലയിൽ കൈവയ്ക്കും. എന്നിട്ട് തലയിൽ കൈവയ്ക്കണം. അങ്ങനെയുണ്ട്. 1 രൂപ കൊടുത്ത് അവൻ നന്നായിട്ട് അവർത്തും, 50 പൈസ കൊടുത്തുള്ള വിട്ടേ വയ്ക്കുള്ളൂ. അതൊക്കെ അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. 25 പൈസയുള്ള ദൂരേന്ന് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പാവം ആ പൊട്ടൻ ആന ഈ 1 രൂപ എടുത്തിട്ട് ഇവന്റെ പോക്കറ്റിലിടണം. ആനയ്ക്ക് ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പോടാ ഇവിടെ നീ പറഞ്ഞ അനുസരിക്കാനാണോ, ഞാനൊന്നും കൊടുക്കില്ലായിരുന്നു. ഇതാണ് എത്രയോ കഴിവും ശക്തിയും ഉണ്ടായിട്ടും അതിനാ ബോധമില്ല. ഇതുപോലെ അനന്തമായ ഈശ്വരന്റെ സാന്നിധ്യം നമ്മളിലുണ്ടായിട്ടും നമ്മൾ തളരണോ ദുഃഖിക്കുന്നുവെങ്കിൽ നമ്മളിലിരിക്കുന്ന ഈശ്വരന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അവരെയാണ്. അപ്പൊ ഈശ്വരന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നമ്മൾ ദുഃഖിക്കുന്നുവെങ്കിൽ ആനയെപ്പോലെ വിവേകമില്ലാതെ ജീവിക്കരുതെന്ന് ആനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം. പിന്നെ അതിനുശേഷം മധുഹരിക്കുന്നവൻ, അതായത് തേനെടുക്കുന്നവനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, അധ്വാനിക്കാതെ മറ്റൊരുത്തൻ ഉണ്ടാക്കി വെച്ച സമ്പത്ത് അപഹരിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. അപ്പൊ എന്താ അവൻ ചെയ്തത്? സമ്പത്തിനെ അപഹരിച്ചു കൊണ്ടുപോയി. എന്തുകൊണ്ട് സമ്പത്ത് അപഹരിച്ചു? കാരണം അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെച്ചു. ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം നമ്മൾ കൂട്ടിവെച്ചു, അത് നമുക്ക് നാളെ ശാപമായി തീരും. സമ്പത്ത് എപ്പോഴും നമുക്ക് ശാപമായി തീരുന്നത് അത് നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. സമ്പത്തിനെ നമ്മുടെ ആധ്യാത്മിക സമ്പത്ത് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഒരിക്കലും ശാപമായി തീരില്ല. മറ്റിത്രയൊക്കെ സമ്പത്തുണ്ടാക്കിയിട്ടും അവസാനം നമ്മൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ദിവസം പോകണം ഇവിടുന്ന്, പോയി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എത്രയോ ആളുകളുടെ പണം ഇന്ന് ബാങ്കിൽ അനാഥമായിട്ട് കിടക്കുന്നുണ്ട്. കാരണം മക്കൾ തമ്മിൽ കേസ് കൊടുത്തിട്ട് അവിടെ കിടക്കണു കാശ്. എത്രയോ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ അങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ്. മക്കൾ തമ്മിൽ കേസ്, അതെടുക്കാൻ പറ്റില്ല ഇതെടുക്കാൻ പറ്റില്ല. ആഭരണങ്ങൾ, നമ്മളോടൊരു ബാങ്ക് മാനേജർ തന്നെ പറഞ്ഞതാണ്, ഇവിടെ ഈ എറണാകുളത്ത് ഒരു ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഒരു ഫാമിലിയിൽ കിടക്കുന്ന ആഭരണമാണ്, ഒരമ്മയുടെ ആഭരണമാണ്. കേസ് കൊടുത്തിരിക്കുക, മക്കൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആർക്കും ഉപകാരമില്ല, അവിടെ കിടക്കണം കേസ് കൊടുത്തിട്ട്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ നമ്മുടെ സമ്പത്തും ഒന്നും നമുക്കും മറ്റുള്ളവർക്കും ഭാരമായി തീരരുത്. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ അവസാനം ഉദ്ധവരോട് പറഞ്ഞത്, നല്ലതിനു വേണ്ടി ചെലവഴിച്ച് തീർത്തേക്കൂ. എന്തായാലും പണം കൊണ്ട് നേടാവുന്ന ഒന്നേ ഒന്ന് പുണ്യമാണ്. നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചേക്കൂ ഉദ്ധവരെ. ദേശാൻ പുണ്യാൻ ആശ്രയേത, തീർത്ഥാടനം ചെയ്യൂ പോയിട്ട്, വേറെ പണിയൊന്നുമില്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഈശ്വരനെ ഭജിക്കുക തന്നെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഈശ്വരീയമായി മാറ്റാൻ സാധിച്ചാൽ സമ്പത്ത് കൊടുക്കാത്തതുകൊണ്ട് മക്കൾ ഒരിക്കലും നമ്മളെ ശപിക്കില്ല. നമ്മളെ മക്കൾ ശപിക്കുക വീട്ടിലിരുന്ന് ഭാരമായി തീരുമ്പോഴായിരിക്കും. എന്ന് മാത്രമല്ല, പണം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ശത്രുക്കളായി. ഒരു പണവും ഇല്ലാതെ നമ്മൾ വീട്ടിലിരുന്നാൽ അവരവിടെ വല്ലാതെ ഉപദ്രവിക്കില്ല. ഇതാണ് സത്യം.
ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കൂ. അർത്ഥമനർത്ഥം ഭാവയ നിത്യം. അർത്ഥം അനർത്ഥമാവുന്നതിന് മുമ്പ് ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ പഠിച്ച ഹരിണത്തിൽ നിന്നാണ്, അതായത് മാനിൽ നിന്നാണ്. ശബ്ദത്തിൽ വീഴുന്ന മൃഗമാണ് മാൻ. ഇത് നമ്മുടെ മറ്റൊരു വീക്ക്നെസ് ആയിരിക്കാം. മറ്റുള്ളവർ നമ്മളോട് നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ അവരെപ്പോലെ സ്നേഹമുള്ളവരാരുമില്ല നമ്മളോട്. നമ്മൾക്ക് എന്തൊരു ഇഷ്ടമാണ് അവരെ. നമ്മളെ മുഖത്ത് നോക്കി പറയണം, നിങ്ങൾ സുന്ദരിയാണ്, നിങ്ങൾ സുന്ദരനാണ്, കേമനാണ്, അതാണ് ഇതാണ്. നിങ്ങളെപ്പോലെ ഈ ഭൂമിയിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല, ഇത്രയാ നല്ലൊരു മനസ്സ് നിങ്ങൾക്ക്, അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പൊങ്ങാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ വല്ല കുറ്റങ്ങൾ നോക്കൂ, നിങ്ങൾ അന്ന് ചെയ്തത് ശരിയായില്ല, ഇവിടെ ചെയ്തത് ശരിയായില്ല, മറ്റേ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമായി. അവർ നമ്മുടെ ശത്രുക്കളായി. വാസ്തവത്തിൽ നമ്മൾ ശബ്ദങ്ങളിലൂടെ എന്ത് കേൾക്കുന്നതും അതിന്റെ പിന്നിലൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കേൾക്കാൻ. ആ മനസ്സിലെന്താ ഭാവന നമുക്കറിയില്ല. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾ കാണുകയാണെന്ന് വിചാരിക്കുക. വഴിയിൽ വെച്ച് ചോദിക്കും, നമുക്ക് പിന്നെ എന്തൊക്കെയാ വിശേഷം? അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പറയും, ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ, അല്ല നിങ്ങളെ വിശേഷം എന്തൊക്കെയാണ്? ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകണു, കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ഭഗവാന്റെ ഇച്ഛപ്രകാരം പോകണമെന്ന്. എന്നാ അവിടെ വെച്ചിട്ട് പറയാണ്, എന്നാ എനിക്കൊരു വിശേഷമുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്താ പറയാ? ഞാൻ തൊഴുതിട്ട് വരാൻ എന്നിട്ട് പറയാന്നുള്ളത്. അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിശേഷം ചോദിക്കുമ്പോൾ നമുക്ക് ആ വിശേഷം കേൾക്കാനുള്ളൊരു മനസ്സപ്പോ ഉണ്ടോ? ഇല്ല, നമുക്കത് കേൾക്കാനുള്ള മനസ്സൊന്നുമില്ല, വെറുതെ ചോദിച്ചു. പിന്നെ നമ്മൾ ചോദിക്കും ഒരാളെ കാണുമ്പോൾ, പിന്നെ സുഖം തന്നെയല്ലേ എന്ന്. സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരാൾക്ക് സുഖം ഉണ്ടാവില്ല എന്നുള്ളത്. എന്നാൽ അയാൾ പറയാം, കുറച്ച് ദുഃഖം ഉണ്ടാവും, കേൾക്കും നിങ്ങളെങ്കിലും, വീട്ടിലാരും കേൾക്കണില്ല എന്ന്. അവളവിടെ ഇരിക്കുമോ? അവൻ എന്തിനാ പിന്നെ അങ്ങനെ ചോദിച്ചത്? അതങ്ങനെ ശീലാക്കി പോയി ചോദിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായി തീർന്നു. അപ്പൊ ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള മനസ്സിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ പണ്ടൊരു ഉദ്യോഗസ്ഥന് പറ്റിയതുപോലെയാവും. ഒരാളിങ്ങനെ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്യണം. അപ്പൊ ഈ കേശവൻ നായരെന്നാണ് അയാളുടെ പേര്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ റിട്ടയർമെന്റ് ദിവസം ഇദ്ദേഹത്തിന് സെൻഡ് ഓഫ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ സൂപ്രണ്ട് ആദ്യം തന്നെ മൈക്കെടുത്തിട്ട് പറഞ്ഞു, കേശവൻ നായരെ പോലുള്ളൊരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ പ്രസ്ഥാനത്തിലോ ഉണ്ടാവില്ല. പൂന്തിങ്കൾ പോലെയാണ് മുഖം. നല്ല കറുത്ത മനുഷ്യനയാള്. അയാളെയാണ് ഉപമിക്കുന്നത്. താമര വികസിച്ചതുപോലെയാണ് അയാളുടെ ഹൃദയം. ആര് വന്നാലും എന്ത് സേവനവും ചെയ്യുന്ന, എപ്പോഴും പുഞ്ചിരിക്കുക. അയാൾക്ക് വായിലും മര്യാദയ്ക്ക് പല്ലേയില്ല. അങ്ങനെ പുഞ്ചിരിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വിഷമമുണ്ട്. അയാൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാപനം നടന്നത്. വാസ്തവത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഹൃദയമായിരുന്നു കേശവൻ നായർ. ഇന്നിപ്പോ ഹൃദയം ഇല്ലാത്തൊരു സ്ഥാപനമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെയൊരു വ്യക്തിയെ നമുക്ക് ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് നമുക്ക് ഏറെ ദുഃഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്രണ്ടിന്റെ വക. അത് കഴിഞ്ഞ് അവിടുത്തെ യൂണിയൻ നേതാവിന്റെ വക, കേശവൻ നായർ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണെന്ന്. ഏത് പ്രസ്ഥാനം അറിയില്ല, അയാളൊരു പ്രസ്ഥാനമാണ്. പിന്നെ അയാൾ പോക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരുടെ വക ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അടിച്ച് ഇതൊക്കെ കേട്ട അവസാനം നന്ദി പ്രകടനം കേശവൻ നായർ മൈക്കെടുത്തു. ആദ്യം തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇത്ര സ്നേഹം എന്നോടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കി നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണെന്ന്. വിവേകമില്ലാതെ നിങ്ങളെയൊക്കെ ശത്രുക്കളെ കണ്ട് എന്നോട് ക്ഷമിക്കണം. ഏതായാലും ഇത്രയും വലിയ സ്നേഹം നിങ്ങൾക്കുള്ള ആ ഹൃദയം കാണാൻ എനിക്ക് സാധിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ഗവൺമെന്റിന് എഴുതാൻ പോവാണ് 1 വർഷത്തെ എക്സ്റ്റൻഷൻ. ഇത് കേട്ടപ്പോൾ അവരൊക്കെ കൂടി പറഞ്ഞു, ചതിക്കരുത് കേശവൻ നായരെ എന്ന്. മര്യാദയ്ക്ക് ഞങ്ങൾ 2 വർഷം കൂടെ ജീവിച്ചോട്ടെ, അങ്ങ് വീട്ടിൽ പോയിട്ടിരുന്നോളൂ. ഇതാണ് പരമാർത്ഥം. ഈ പറയുന്ന വാക്കും ഉള്ളിലുള്ളതും തമ്മിൽ യാതൊരു പക്ഷെ നമുക്ക് തോന്നുന്നില്ല. അവരെയാണ് ഒരാളെ നമ്മളെ പുകഴ്ത്തുന്ന സമയത്തും ഉള്ളിലൊരു മനസ്സുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതേ മനസ്സ് നാളെ അയാളുടെ നാവിലൂടെ നിന്ദിക്കും നമ്മളെ. എന്നാൽ നമ്മളെ ചീത്ത പറയുന്ന ഒരു മനസ്സ് നാളെ നമ്മളെ പുകഴ്ത്താനും പ്രേരിപ്പിക്കും. ഇത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമമാണ് പ്രിയ. അപ്പൊ ഒരാളെ വെറുക്കാനും പോണ്ട, ഒരാളെ കൂടുതലെടുത്ത് തലയിൽ വെക്കാനും പോകരുത് എന്ന് പറയാണ് നമ്മളോട്. രണ്ടും ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ശത്രുക്കൾ ഉണ്ടാവാൻ കാരണം നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടെന്നാണ് ഭാഗവതം പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് മീനഹ, മത്സ്യത്തിൽ നിന്നാണ്. മത്സ്യത്തിൽ നിന്ന് പഠിക്കേണ്ടത് വലിയ പാഠമുണ്ട്. ഒരു ഇരയെ കമ്പിയിൽ കൊളുത്തിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പാവം മത്സ്യം അത് വിഴുങ്ങുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഹുക്കുണ്ടെന്നത് അറിയുന്നില്ല. അത് തൊണ്ടയിൽ കുടുങ്ങി പിന്നെ പെടഞ്ഞ് ചാകുമ്പോഴാണ് അറിയുന്നത് ആ പെടഞ്ഞുകൊണ്ടിരുന്ന മത്സ്യം ഇര അത് വാസ്തവമായിരുന്നില്ല, അതിന്റെ പിന്നിലൊരു കെണിയുണ്ടായിരുന്നു എന്നുള്ളത്, അപകടമുണ്ടായിരുന്നു എന്നുള്ളത്.
ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാവരുത് പ്രിയാണ്. എന്തോ ഇത്രയൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഇത്രയൊക്കെ അവയർനെസ് ഉണ്ടായിട്ടും ബോധവൽക്കരണങ്ങൾ ഉണ്ടായിട്ടും നമുക്കിപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിവേകം വന്നിട്ടില്ല പ്രിയാണ്. അതിൽ പല ഭക്ഷണങ്ങളും നമുക്ക് പറയാൻ തുടങ്ങിയ ഇവിടെ സമയം ഉണ്ടാവില്ല. ഒന്ന്, ഈ കുട്ടികൾ കഴിക്കുന്ന മാഗി നൂഡിൽസാണ്. ഈ കാര്യം നമ്മൾ ആവർത്തിക്കട്ടെ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ സാധനം നാവിന് വളരെ രുചികരാണ്. അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അജിനാമോട്ടോ എന്ന് പറയുന്ന സാധനമാണ്, ചൈനീസ് കെമിക്കൽ. അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മരവിക്കും എന്നത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണിത്. തീർച്ചയായിട്ടും ബുദ്ധിക്ക് ക്യാൻസർ എന്ന രോഗം വന്നിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും ചില അമ്മമാർക്ക് വിവേകം വരുന്നില്ല. ഇപ്പൊ അടുത്ത കാലത്ത് പീഡിയാട്രിക് സർജന്മാരുടെ ഒരു സമ്മേളനം നടക്കണ്ടായി കണ്ണൂരിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അവർ പാസ്സാക്കിയ ഫസ്റ്റ് റെസൊല്യൂഷൻ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 വർഷത്തേക്കെങ്കിലും കുട്ടികൾക്ക് ടിൻ ഫുഡൊന്നും കൊടുക്കരുതെന്നാണ്. 2 വർഷത്തേക്കെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കുമെന്ന്. എത്ര രക്ഷിതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം വലുതാവണം ആനയെപ്പോലെ. അതിനുള്ളത് എന്തൊക്കെ കലക്കി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കലക്കി കൊടുക്കും. ഈ വിവേകം ഉണ്ടാവുന്നില്ല. ഇതുപോലെ എന്തെല്ലാം ഭക്ഷണങ്ങൾ വിവേകമില്ലാതെ നമ്മൾ കഴിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കണു. 100-90% രോഗങ്ങളും വരുന്നത് ഫുഡിലൂടെയാണ്. നമ്മൾ നാവിന്റെ ടേസ്റ്റിന് വേണ്ടി എന്തൊക്കെയോ വാരി കഴിക്കണു, അത് പിന്നീട് രോഗങ്ങളായിട്ട് തീരണു. എന്നിട്ടും നമ്മൾ സഫർ ചെയ്യണോ പ്രിയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊന്ന്. ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇനിയും നോക്കൂ. ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ, നോൺ വെജിറ്റേറിയന് എതിരല്ല ഞാൻ, അത് കഴിച്ചോളൂ. പക്ഷേ അതിനെ കൊല്ലുന്ന പ്രോസസ്സൊന്നും ശരിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് വളരെ ക്രൂരമായ രീതിയിലൊക്കെയാണ് അതിനെ കൊല്ലുന്നതൊക്കെ. ആ മാംസമൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും രോഗത്തിൽ അണുക്കളെ ഉണ്ടാക്കി വയ്ക്കുന്ന രീതിയിലാണ്. ആ മാംസമൊക്കെ രക്തമൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിൽ വിഷാംശങ്ങളുണ്ട്, അത് രോഗമായി തീരും. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ നോക്കുമ്പോൾ രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് രോഗം വന്നിട്ടുള്ളൂ. വേറെ ആർക്കും അങ്ങനെ, വെജിറ്റേറിയൻകാർക്ക് രോഗം വളരെ കുറവാണ്. ഇന്ന് അമേരിക്കയെ പോലുള്ള നാടുകളൊക്കെ വെജിറ്റേറിയനിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ആ ബോധവൽക്കരണങ്ങളൊന്നും വരുന്നില്ല പറയാണ്. നാവിന്റെ ഒരു രുചിക്ക് വേണ്ടി ആയുസ്സിനെ നശിപ്പിക്കാൻ നിശ്ചയിച്ചതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇനിയും ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ പലതും നമ്മൾ തെറ്റായ രീതിയിൽ ഇന്നത്തെ ഒരു വലിയൊരു സാധനമാണ് ഈ പെപ്സി കോള എന്നൊക്കെ പറയുന്നത്. അടുത്ത കാലത്ത് ധാർവാഡ് യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് കർണാടകയിൽ, വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവര് ഏറ്റവും കൂടുതൽ പെസ്റ്റ്, അതായത് അണുക്കൾ വരുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മൾ കോളിഫ്ലവർ എന്ന് പറയുന്ന സാധനം. ഇത്രയധികം അണുക്കൾ വരുന്ന വേറൊരു സാധനമില്ല. പിന്നെ കാബേജ് ഒക്കെയാണ് അവിടെ കൂടുതൽ കൃഷി ചെയ്യുന്ന. ഈ ബൽഗാം ഏരിയയിൽ നമ്മൾ ആ പ്രദേശത്ത് ആയതുകൊണ്ട്, ആ ആശ്രമത്തിലായതുകൊണ്ട് അവിടെ കാണാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ. അപ്പോ ഈ അണുക്കൾ അധികം, ഈ പെസ്റ്റ് കൂടുതലുള്ളതിലൊക്കെയാണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് വലിയ വലിയ ശക്തിയുള്ള മാരകമായിട്ടുള്ള പെസ്റ്റിസൈഡുകളൊക്കെ ഉണ്ട്. എന്നിട്ടും ചാവില്ല ഈ പുഴുക്കളൊന്നും. അത്രയും രസമാണ് അതിന്റെ പൂ കഴിക്കാൻ. അപ്പൊ ഇവര് കുട്ടികൾ റിസർച്ച് ചെയ്ത് ഏതോ ഒരു കെമിക്കൽ, അവർ പർട്ടിക്കുലർ കെമിക്കലിൽ അനലൈസ് ചെയ്തപ്പോൾ അവർക്കത് പെപ്സിയിൽ കണ്ടെത്താൻ പറ്റി. അപ്പൊ എന്ത് ചെയ്തു, അവർ 1 ലിറ്റർ പെപ്സിയിൽ 2 ലിറ്റർ വെള്ളം ചേർത്തിക്കൊണ്ട് അവരടിച്ചു നോക്കിയപ്പോൾ എത്രയോ മാരക വിഷം അടിച്ചിട്ടും ചാവാത്ത അണുക്കൾ ചാവുന്നത് കണ്ടു എന്നാണ്. അപ്പൊ നോക്കുക, പെപ്സിയുടെ ഉള്ളിൽ എത്ര മാരകമായിരിക്കുന്ന സാധനങ്ങളുണ്ടെന്ന് ഇത് തെളിയിച്ചതാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവണം ഈ റിപ്പോർട്ട്. ഇതെല്ലാ പത്രത്തിലും, നാഷണൽ പത്രത്തിലും വന്നതാണ്. അതിനുശേഷമാണ് ഗവൺമെന്റ് അത് വീണ്ടും പഠനത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. ഈ പെപ്സിക്ക് ഒരു കാലത്ത് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഒബ്സർവേഷനിൽ വെച്ചിരുന്നു. ആ സമയത്ത് നടന്ന കാര്യങ്ങളാണിത്. എന്നിട്ടിപ്പോ കമ്പനി മാർക്കറ്റിംഗ് മാനേജർ എന്താ പറയുന്നത് അറിയോ? ഇപ്പോ പെപ്സിയുടെ സെയിൽസ് കൂടി എന്നാണ്. അതെന്താ കാരണം? ഇപ്പോ അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന്. എന്ന് വെച്ചാൽ നേരത്തെ കുടിക്കുന്നവർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലസ് അവരെ സംബന്ധിച്ചത് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന്. ബോധമുണ്ടാവണ്ടേ, വിവേകം ഉണ്ടാവണ്ടേ? നാവിന്റെ ഒരു തരിപ്പിന് വേണ്ടിയിട്ട് ഇത്തിരി മസ്തിഷ്കങ്ങളിൽ ഒരു എന്താണ് ഒരു ഇതുണ്ടാവാൻ വേണ്ടി, ഒരു വൈബ്രേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ കടന്ന് കുടിക്കണോ? ഇതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകളാണ്. അത് കുടിച്ചാലേ സ്പിരിറ്റ് വരുള്ളൂ എന്ന്. എന്റെയൊക്കെ ജീവിതത്തിൽ ചായയും കാപ്പിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി, ഈ കുന്തങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്കൊരു ഉണർവിന്റെ കുറവുമില്ല. ഏത് പാതിരയ്ക്ക് വേണമെങ്കിലും ഉണർവോടുകൂടിയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതൊക്കെ പറയാൻ ഒരു വിഷമവും ഇല്ല. അപ്പൊ ഇത് കുടിച്ചാലേ നമുക്ക് സ്പിരിറ്റ് ഉണ്ടാവും പറയുന്നത് നുണയല്ലത്.
അതല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടണം, പ്രയാസപ്പെടണം, പ്രയത്നിക്കണം. അല്ലാതെ ഒന്നും അത് വരില്ല പ്രിയാണ്. സ്വാഭാവികമായിട്ടൊന്നും അതുണ്ടായിട്ടില്ല പ്രിയാണ്. അപ്പൊ ഇങ്ങനെ ഈ മത്സ്യത്തിലൂടെ ഇങ്ങനെ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. ഏത് ഭക്ഷണം കഴിക്കണം എന്നത് വിവേകം കൊണ്ട് കൊണ്ടു നടക്കണം. ഫ്രിഡ്ജ് വളരെ സൗകര്യമാണ്, പക്ഷേ അതിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അധികം വൈകാതെ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നുവെച്ചാൽ എവിടെയെങ്കിലും മരവിച്ച് കിടക്കുന്നവരെയാണ്. അതൊക്കെയാണ് നമ്മുടെ ശരീരമൊക്കെ വാദവും പല വാദങ്ങളും വന്ന് നിറയുന്നത്. മനസ്സിലേക്ക് നോക്കിയാൽ തീവ്രവാദം, കാലിൽ നോക്കിയാൽ പിള്ളവാദം, തള്ളവാദം, പിന്നെ ഉരുട്ടുവാദം. ഇതൊക്കെ ഇങ്ങനെ വരാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സിസ്റ്റം തെറ്റിച്ചിട്ടാണ് നമ്മൾ ജീവിതം കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് രോഗം വരരുതെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ? കൊണ്ടുകൊടുക്കണം കാശ്, ഉള്ളതൊക്കെ ഡോക്ടർമാർക്ക് കൊണ്ടുകൊടുത്ത് അവസാനം ഡോക്ടർമാർ പറയും ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വഴിയില്ലാന്ന്. എന്നിട്ട് അവസാനം ആദ്യം അലോപ്പതി ഡോക്ടറുടെ പിന്നാലെ നടക്കും. കാരണം സിൻ ചെയ്തവരെ അവർ അവിടെ പോകുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഡോക്ടർ എടുത്ത് പോയി അലോപ്പതി ഡോക്ടർ എടുത്ത് പോയാൽ ആദ്യം പറയും മൈ സിൻ, നീ വന്നത് എന്റെ ഭാവമാണെന്ന്. പിന്നെ പറയും തേരാ സിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ക്രോസിനിലായി. പിന്നെ ഒരുപാട് സിന്നുകൾ വഴിക്കും വരാൻ തുടങ്ങി. എന്തൊക്കെ സിന്നുകളാണെന്നറിയില്ല. അത് കഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടർക്കൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ പോവുകയായി ഹോമിയോപ്പതി ഡോക്ടർ എടുത്ത്. ഇതൊന്നും കഴിച്ചിട്ട് ഏൽക്കാത്ത ആൾക്കുണ്ട്, ഹോമിയോ ഏൽക്കാൻ പോണു. അതാണെച്ചാൽ ഒക്കെ സ്വീറ്റാണ്, ഹോമിയോ പോലെ തന്നെയാണത്. ഒരു കൊല്ലം അതൊക്കെ കൊണ്ടു നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. എന്നാൽ പിന്നെ ആയുർവേദം. ഒരു വശത്ത് കഷായവും കുഴമ്പ്, ജീവിതത്തിൽ അതൊക്കെ അനുഭവിക്കണം, നരകയാതനകളൊക്കെ. എന്നിട്ട് അങ്ങനെ അതൊക്കെ അനുഭവിച്ച് കുറെ കഷായങ്ങൾ, മുകളിൽ കൂടെ കഴിക്കുന്നതും കഷായം, താഴെ കൂടെ പോകുന്നതും കഷായം, ഇങ്ങനെ ആകെ കഷായത്തിൽ അമർന്നൊരു ജീവിതം. കുറെ കഴിഞ്ഞാൽ അത് ഏൽക്കില്ല. കാരണം ഇതൊക്കെ നശിപ്പിച്ച ഒരാൾക്ക് ആയുർവേദം അങ്ങനെയൊന്നും ഏൽക്കില്ല. പിന്നെ അത് കഴിഞ്ഞാൽ നാച്ചുറോപ്പതിയാണ്. പിന്നെ അതിന്റെ പിന്നാലെ കുറെ കറുകപ്പുല്ല് കഴിച്ചു നോക്കിയിട്ടും പച്ചപ്പുല്ല് കഴിച്ചു നോക്കിയിട്ടും ക്യാരറ്റ് കഴിച്ചു നോക്കിയിട്ടും എന്തൊക്കെയാണ്, കുമ്പളം അങ്ങനെ തന്നെ പിഴിഞ്ഞ് അതൊക്കെ കഴിച്ച് അങ്ങനെ കുറെ കാലം ഇങ്ങനെയൊക്കെ നശിപ്പിച്ച ആൾക്ക് ചിലപ്പോൾ അതും ഏൽക്കില്ല. അവസാനം തിരുപ്പതി പോവും. ഈ പതിയൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ ഇനിയിപ്പോൾ അവിടുന്ന് ഉള്ളിട്ട് ശരണം, ഇവർക്കൊന്നും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് ഭഗവാൻ പറയും. ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് ലൈഫിൽ ആദ്യം എൻ്റെ അടുത്ത് വരുമെന്ന്. ഇതിനി ശരിയാക്കാൻ വലിയ പ്രയാസമാണെന്ന്. പക്ഷെ അന്നത് തോന്നില്ല. അതുകൊണ്ട് വൈദ്യോ നാരായണോ ഹരി. ജീവിതത്തിൽ ഇതും കളിയാക്കല്ലേ, ഇതൊക്കെ വേണ്ടതാണോ? ഓരോ പതിക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. എല്ലൊടിഞ്ഞാൽ പിന്നെ അലോപ്പതി തന്നെ വേണം. അതുപോലെ ഓരോ രോഗത്തിനും വേണം. ഹാർട്ട് കേടുന്നാൽ പിന്നെ ആയുർവേദം വിചാരിച്ചിട്ടൊന്നും നടക്കില്ല. ഓരോന്നും അതിൻ്റെതായ പ്രസക്തി ഉണ്ട് ഇത്രയാണ്. പക്ഷെ അതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ സിസ്റ്റം തെറ്റിച്ചിട്ട് പിന്നെ ഡോക്ടർമാർക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. ഒരാള് രോഗം വന്നിട്ട് ഒരു വൈദ്യരുടെ അടുത്ത് പോയി. വൈദ്യര് പറഞ്ഞു മാറ്റിത്തരാന്ന്. മാറുക വൈദ്യരെ, മാറ്റിത്തരാടോ എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുമെന്ന്. അല്ല, എത്ര കാലത്ത് കഴിക്കണമെന്ന്. ഈ ഒരാഴ്ച കഴിച്ചിട്ട് താമോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും ഒരാഴ്ച മരുന്ന് തോറുന്നല്ലാതെ രോഗം മാറിയില്ല. വൈദ്യരെ രോഗമൊന്നും മാറിയില്ലല്ലോ, അത് അതുപോലെ ഇരിക്കണല്ലോ. മാറ്റിത്തരാടോ, നീ വിഷമിക്കേണ്ടെന്ന്. പുതിയ കഷായങ്ങളൊക്കെ എടുത്തു കൊടുത്തു. വൈദ്യരെ എത്ര കാലം കഴിക്കണം? കാലം ഒരാഴ്ച കഴിച്ചിട്ട് വരിക. അപ്പൊ മാറില്ലേ വൈദ്യരെ? എടോ മാറ്റിത്തരാന്ന്, താൻ കഴിക്കൂന്ന്. ഒരാഴ്ച കഴിഞ്ഞു, അപ്പോഴും വയറിളക്കം അതുപോലെ ഇരിക്കണു, തലവേദന അതുപോലെ ഇരിക്കണു, ഒരു മാറ്റവും ഇല്ല. വീണ്ടും അടുത്ത ആഴ്ച വന്നു, വീണ്ടും മരുന്നൊക്കെ മാറ്റിക്കൊടുത്തു. 4ാമത്തെ ആഴ്ച വന്നപ്പോൾ ഇയാൾക്ക് കലി വിളിച്ചു. കുറെ നിങ്ങൾ മാറ്റിത്തരാന്ന് പറയണു, ഇത്രയും ദിവസമായിട്ട് എന്റെ രോഗം മാറിയിട്ടില്ലല്ലോ. അപ്പൊ വൈദ്യര് പറഞ്ഞു, തന്റെ രോഗം മാറ്റിത്തരാന്നല്ല പറഞ്ഞത്, മരുന്ന് മാറ്റിത്തരാന്നാ പറഞ്ഞത്. ഏതെങ്കിലും ആഴ്ച മരുന്ന് മാറ്റിത്തരാതെ ഇരുന്നിട്ടുണ്ടോ? എന്റെ രോഗം മാറുന്നുള്ള എനിക്കെന്നെ ഉറപ്പില്ല. ഇങ്ങനെ മരുന്ന് മാറ്റി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉള്ളതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ പഠിച്ചത് പിങ്കള ഒരു വേശ്യയിൽ നിന്നാണ്. അപ്പൊ ഒരു വേശ്യ, അവളിങ്ങനെ ജീവിക്കണു, പുരുഷന്മാരെയൊക്കെ ബന്ധപ്പെട്ട് പണവും വാങ്ങിച്ച്. ഒരു ദിവസം അവൾക്ക് വിവേകം വന്നു, എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കുന്നു. അപ്പൊ വേശ്യയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും കാമവും പണവുമാണ്, സ്നേഹമില്ലാത്ത ജീവിതമാണ്. അപ്പോഴാണ് അവൾ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത്. ആളുകൾ തന്റെ അടുത്ത് വരുന്നത് സ്നേഹം കൊണ്ടൊന്നല്ല, വെറും കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്, കുറച്ച് പണം തന്നുകൊണ്ട് അനുഭവിക്കാനാണ്. ഇതിനേക്കാൾ വലുതാണ് സ്നേഹം എന്നൊരു വികാരം. അതുകൊണ്ട് സ്നേഹിക്കാൻ ഇനി എന്നെ ഒരു ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാരാണ്? സന്തം സമീപേരമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാദിശോകം മോഹപ്രദം ദുഃഖമഹം തുച്ഛമഹം ഭജിജ്ഞ. ഞാൻ എന്റെ
ഇത്ര അടുത്തുണ്ടായിട്ട് ഭഗവാനെ മാത്രം സ്നേഹിച്ചില്ലല്ലോ, ആ ഭഗവാനല്ലേ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ അവൾ സത്സംഗത്തിലേക്ക് നയിച്ച് അവളുടെ ജീവിതത്തിൽ പരിവർത്തനം വന്നു. ഒരു വേശ്യയെപ്പോലും ഗുരുവായി കണ്ട ആളാണ് ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. നമ്മൾ പലരും പറയും ജീസസിന്റെ കഥയൊക്കെ, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്നൊക്കെ. ഒരു വേശ്യയോട് കാരുണ്യം കാണിച്ച ഒരു ജീസസിന്റെ കഥ ബൈബിളിൽ പറയുമ്പോൾ, ആ ബൈബിൾ ഇറങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ആചാര്യന്മാര് വേശ്യയെ ഗുരുവായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം എന്തുണ്ടോ നോക്കൂ. ഒരു വേശ്യയിൽ പോലും പരിവർത്തനം വരാം, ഏത് തെറ്റിൽ നിന്നും ആർക്കും ഉയർന്നു കയറാം, അവർ ജീവിതത്തിൽ മറ്റൊരാൾക്ക് പ്രചോദനം ചെയ്യുന്ന ഒരു ഗുരുവായിത്തീരും എന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയർ.